വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് നമ്മൾ പപ്പായത്തണ്ട് കൊണ്ട് അടിപൊളിയൊരു ഫ്ലൂട്ട് ഉണ്ടാക്കാൻ പോവാണ്. പപ്പായത്തണ്ട് കൊണ്ടുള്ള ഫ്ലൂട്ട്. ഇതിന് പ്രത്യേകിച്ച് ഞാൻ നീളമൊന്നും കണക്കാക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ഈയുടെ ഫ്ലൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം അളവ് വെച്ചിട്ട് തന്നെയാണ് ഈ ഫ്ലൂട്ട് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഹോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും കമ്പി വഴിപ്പിച്ചാണ് ഇതിനകത്ത് ഹോൾ ഇട്ടേക്കുന്നത്. കത്രിക കൊണ്ടൊന്നും നമുക്കിതിൽ ഹോൾ ഇടാൻ പറ്റത്തില്ല. കമ്പി വഴിപ്പിച്ച് സാവധാനം ഹോളിൻ്റെ വലിപ്പം കൂട്ടിയാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉണങ്ങിയ തണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഹോള് അടയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഴുകുതിരിയാണ് കേട്ടോ. മെഴുകുതിരി വെച്ചാണ് അടച്ചേക്കുന്നത്. എന്നിട്ട് മെഴുകുതിരി തന്നെയാണ് ഇതിനകത്തേക്ക് ഉരുക്കി ഒഴിച്ചേക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് മെഴുകുതിരി തന്നെ ഉരുക്കി ഒഴിച്ച്. അപ്പോൾ നമ്മുടെ ഫ്ലൂട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പപ്പായ തണ്ട് കൊണ്ട്. ഇനി നമുക്കൊന്ന് ഊതി കൂടെ നോക്കാം.